നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. ഇന്ന് 10 ജൂൺ 2025. എല്ലാ ചങ്ങാതിമാർക്കും എൻ്റെ സല്യൂട്ട്. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും അതുപോലെ BJP നേതാവ് സുരേന്ദ്രൻ സാറിനൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ വൈദ്യ സംബന്ധിച്ച കാര്യത്തിനാണ് പറയാൻ വരുന്നത്. എന്നെ വിരോധമായിട്ട് നിങ്ങളാരും കണക്കൂട്ടരുത്. അത് നിങ്ങൾക്ക് തന്നെ മോശമാണ്. അത് സാധാരണ രീതിയിലല്ല മോശം വരുന്നത്. വേദന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേദന, ആ വേദന അധികം വരുന്നത് നമ്മളുടെ മൂത്രം ക്ലിയറായിട്ട് പോകേണ്ട അതിൽ നിങ്ങൾ കൃത്രിമ വിദ്യകൾ, നിങ്ങളെ ഇംഗ്ലീഷ് മരുന്നുകാരും പഴയ ആയുർവേദം മരുന്നുകാരും ഹോമിയോ മരുന്നുകാരും നാശം ചെയ്യുന്നത് നിങ്ങളെ അനുസരിച്ചത് കൊണ്ടാണ്. വലിയ വിദ്യാഭ്യാസം ഉള്ളവർ പറയുന്നതൊക്കെ നിങ്ങളെ നശിപ്പിക്കാനും കൊല്ലാനുമുള്ള. നിങ്ങളുണ്ടാക്കിയ സമ്പത്ത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ എൻ്റെ നിർദ്ദേശവും എൻ്റെ മരുന്നും ഉപയോഗിക്കണം. അത് ഡെയിലി ഒന്നും വേണ്ട. ജീവിതത്തിൽ ഒരു 10 ദിവസം, ഒരു 6 ദിവസം, ഒരു 48 മണിക്കൂർ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഏത് വേദനയാണെങ്കിലും നമുക്കതിനെ മറികടക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും അത്ഭുതം. ശരീരത്തിൽ ബ്ലഡ് ഓടാതിരിക്കുന്നത് അതിൻ്റെ കാരണം പ്രകൃതിക്ക് തത്വമായ കാര്യങ്ങൾ നിങ്ങൾ മോശമായി ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെല്ലാവരും നെൽകൃഷി, അതുപോലെ തേങ്ങ, ഇങ്ങനെയുള്ള കപ്പ, ഇങ്ങനെയുള്ളതൊക്കെ കൃഷി ചെയ്യാൻ നമ്മൾ ഓരോരുത്തരെ ഇറക്കണം. അല്ലാണ്ട് നടക്കില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ വിലയൊക്കെ ഒരുപാട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, മൂത്രം ശരിക്കും പോകാതിരുന്നാൽ നമ്മളെ ശരീരത്തിൽ ബ്ലഡ് കെട്ടി നിൽക്കും. അതായത് സർക്കുലേഷൻ ആവില്ല. കാരണം ബ്ലഡിലെ അഴുക്ക് യഥാസമയങ്ങളിൽ പോകണം. മലമൂത്രം പോകുമ്പോൾ മാത്രമേ നമുക്ക് വിലയുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഒരു പങ്കാളി കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ എപ്പോഴും ലൈംഗിക ബന്ധങ്ങൾ മിക്കവാറും ഉണ്ടാവണം. കാരണം മലമൂത്രം വിസർജനം പോലെ തന്നെ ഒരു സാധനമാണ് ഈ സാധനവും, ഈ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അത് മൂന്നും പോയിക്കൊണ്ടേയിരിക്കണം. അത് എവിടേക്ക് പോകണോ, എന്ത് പോകണോ എന്നുള്ളതൊന്നും നമുക്ക് നോക്കിയാവില്ല. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ, നിങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറഞ്ഞാൽ 300 വർഷം വരെ ജീവിക്കുക, ഓടി നടക്കുക, നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടിട്ടുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പറയുക, അതിൻ്റെ പിന്നാലെ ടെൻഷൻ അടിച്ച് ഓടാതിരിക്കുക, പിന്നെ പറയുക, അത് വിട്ടേക്കുക. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുക, നിങ്ങൾ നല്ലോണം ഭക്ഷണം കഴിക്കുക, നിങ്ങളുടെ പേരമക്കളെ കൂടെ കൊണ്ടു നടക്കുക. ആ കൊണ്ടു നടക്കുന്ന അവർക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പങ്ക് കൊടുത്ത് അവരെ കൊണ്ടുവരണം. അവരെ മാത്രമല്ല, ഈ പങ്ക് കഴിക്കാൻ യോഗ്യതപ്പെട്ടിട്ട് എനിക്കത് മതിയെന്ന് പറഞ്ഞ് വരുന്ന ആളുകൾക്ക് നിങ്ങൾ അതിനൊരു പങ്ക് കൊടുക്കണം. അതിൽ പിസ്കത്രം കാണിക്കരുത്. കാരണം ഒരാളുടെ ഭക്ഷണം 10,000 പേർക്ക് കഴിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? 10,000 പേരുടെ ഭക്ഷണം ഒരാൾക്ക് കഴിക്കാൻ കഴിയില്ല. ഈ ഒരാളുടെ ഭക്ഷണം 10,000 പേര് കഴിച്ചാൽ ഒരുപാട് റഹ്മത്ത് വരും. അതുപോലെ തന്നെ നമ്മുടെ അമ്മമാർക്ക് ഒരുപാട് വിവരമില്ലായ്മ വരുന്നുണ്ട്. അതിലൊരു കാരണം, അവർ ഇംഗ്ലീഷ് മരുന്നുകാരുടെ ചികിത്സക്ക് പോയിട്ട് ഓരോന്നിനും ഒരു പ്രസവം അല്ലെങ്കിൽ 2 കീറി മുറിച്ചിട്ട് വരുന്നത് ഇവരുടെ തന്നെ അശ്രദ്ധയാണ്. അതായത് ഈ ഇംഗ്ലീഷ് മരുന്നുകാരെ ഭാരം ഏൽപ്പിച്ചത് കൊണ്ടാണ് ഇത്തരം താറാറ് വരുന്നത്. അപ്പോൾ ഇത് മാറാൻ ഉള്ള സംവിധാനമുണ്ട്. മാറാനുള്ള സംവിധാനം എന്ന് വെച്ചാൽ, മൂത്രക്കല്ലിൻ്റെ ഗർഭം ധരിച്ച് ഒരു 3 മാസം കഴിഞ്ഞാൽ ഒരു തവണ മൂത്രക്കല്ലിൻ്റെ മരുന്ന് വെക്കുക, കഴിക്കുക. അത് കഴിഞ്ഞ് ഒരു 7 മാസം കഴിഞ്ഞാൽ ഒരു തവണ കൂടി കഴിക്കുക. അവർ ക്ലിയറായി. മാത്രമല്ല, എപ്പോഴും ഇടയ്ക്കൊക്കെ നമ്മളെ വെണ്ടക്ക ഉപ്പേരി വെച്ചോ കറി വെച്ചോ കുറച്ച്, അതുപോലെ തന്നെ നമ്മളെ മുരിങ്ങ കറി വെച്ചോ ഉപ്പേരി വെച്ചോ കുറച്ച്, നമ്മളത്തെ കുറച്ച് കഞ്ഞി എടുത്തതിൽ കുറച്ച് തേങ്ങ ചെറിയിട്ട് കഴിക്കുക. അപ്പോൾ നമ്മൾക്കും നമ്മൾ ജനിക്കാൻ പോകുന്ന കുട്ടിക്കും നല്ല സുഖമാവും. മുലയിൽ പാലുണ്ടാവും. അപ്പോൾ ഈ പാല് മാത്രമല്ല,
നമ്മളുടെ ഓരോ ഷോൾഡർ, അതായത് കയ്യിൻ്റെ ഷോൾഡർ, കാലിൻ്റെ ഷോൾഡർ, അതിൽ ഈ മൂക്കിൻ്റെ ഇതിലൊക്കെ വരുന്ന ആ സ്ഥാനത്തിൽ ഒരു തരം കൊഴുപ്പ് വന്ന് നിൽക്കാൻ ഇതുകൊണ്ടൊക്കെ കാരണമാവും. അതിൽ നിങ്ങൾ കണ്ടില്ലേ പുളിവണ്ട, അതൊരു അമൂല്യൊരു സാധനമാണ്. നമ്മളെ ഏറ്റവും അമൂല്യമുള്ള സാധനം എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞൾ, അതുപോലെ തന്നെ കർമൂസക്കായ, ഏറ്റവും അമൂല്യം ഒഴിക്കാൻ പറ്റാത്ത പിന്നെ കർമൂസക്കായി പരിപ്പൊക്കെ ഇട്ട് കറി വെച്ചിട്ട് കഴിക്കുന്നത് വിറ്റാമിൻ നമ്പർ 1 ഉള്ള. ഇനിയുള്ളത് ചുണ്ണാമ്പാണ്. ചുണ്ണാമ്പ് 4 മാസത്തിൽ ഒരു തവണ മുറിക്കാൽ നമ്മുടെ നാവിൻ്റെ മുകളിൽ ഇതുമുള്ള ആടകൾ കംപ്ലീറ്റ് പോകും. ഭക്ഷണത്തിന് നല്ല രുചിയുണ്ടാവും. ഇങ്ങനെ പ്രകൃതി തത്വമായ ചില വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാനും കഴിക്കാനും, അതുപോലെ നമ്മളുടെ മണ്ണിൽ കൈക്കോട്ടയിലൊക്കെ ഒന്ന് ഭരണി കൂട്ടി ഒന്ന് ചെത്തി ഒരു വാഴ കുഴിച്ചിട്ടു. ആ വാഴ വരുന്ന സമയത്ത് അത് കൊല വെട്ടുന്ന സമയത്ത് അതിൻ്റെ കിഴങ്ങ് തണ്ട് ഒക്കെ മാറ്റി വെക്കണം. ഇതൊക്കെ വിവിധ വിഭവങ്ങളാണ് എന്നുള്ള കാര്യം മറക്കരുത്. സർവശക്തനായ റബ്ബ് നമുക്ക് തരുന്ന, വേനൽക്കാലത്ത് തരുന്ന പഴവർഗ്ഗങ്ങളിൽ പ്രധാനം മാങ്ങ. ഏതൊക്കെ മാവിൻ്റെ മാങ്ങ, അതിൻ്റെ ഓരോന്നിൻ്റെ രുചി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പടച്ച റബ്ബിനെ നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ ചക്ക, ഓരോ പിലാവിൻ്റെ ചക്കക്കും ഓരോ മധുരമാണ്, ഓരോ രുചിയാണ്. ഓരോ സമയത്തും അതിന് ഓരോ രീതിയാണ്. ഓരോ ചക്കയിലും ഉള്ള ഒളോസ്പവർ, ഷുഗർ, പിന്നെ കൊളസ്ട്രോൾ, ഇതൊക്കെ വ്യത്യസ്ത തരമാണ്. നോക്കൂ, ഇതൊക്കെ റബ്ബിൻ്റെ ഒരു പണിയാണ്. ഇതിന് നിങ്ങൾ കൊണ്ടിട്ട് ഉപയോഗിച്ച് ചെയ്യരുത്. നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരോട് പറയണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. എന്തിനാണ് പറയുന്നത്? ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് പറഞ്ഞു, അയാൾ ആ പോക്ക് അന്ന് പോയതാ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അതൊന്നും ചെയ്യരുത്. അതല്ല അതിൻ്റെ ശരി. നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് ഞാൻ അതിനൊരു മറുപടി പറഞ്ഞാൽ നിങ്ങളുടെ മറുപടിയും എൻ്റെ മറുപടിയും ലോകം കേൾക്കും. ആ കേൾക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാണ്ട്. അത് നമ്മളെ തിരുവനന്തപുരത്തേര് നമ്മുടേക്ക് മൊത്തം സമൂഹത്തിന് ചെയ്യുന്ന മോശം പോലെ അല്ല. അത് പട്ടി തായോളി എന്നൊക്കെയാണ് അവർ പറഞ്ഞു തുടങ്ങുക. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളുടെ ജീവിത അനുഭവം നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അപ്പോൾ നമുക്കൊരു ഗുണമായി. ഇപ്പം ഞാൻ ഇന്നലെ ഡയറി എടുത്ത് നോക്കുമ്പോൾ, മിനിഞ്ഞാന്ന് ഡയറി എടുത്ത് നോക്കുമ്പോൾ, AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടുള്ള മണ്ടത്തരങ്ങൾ ചെയ്തതിൻ്റെ ലിസ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ എൻ്റെ ഡയറി എഴുതുന്നൊരു പതിവ് എന്ന് വെച്ചാൽ, ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും 2-3 കാര്യങ്ങൾ കുറിച്ച് വെക്കും. അത്രയേ ചെയ്യും. എല്ലാം ഒന്നും ചെയ്യില്ല. എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഫയൽ തയ്യില്ല. ഇപ്പം തന്നെ ചില ദിവസം കണ്ട 12-15 വീഡിയോ. ഇതൊക്കെ നമുക്ക് ഇടേണ്ടി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നോക്കണം. അപ്പോൾ ഈ വീഡിയോ വരുന്നത് തുമ്പി എന്ന് പറഞ്ഞ വെബ്സൈറ്റിലും ഇൻസ്റ്റാഗ്രാമിലും ആണ്. ഫേസ്ബുക്ക് ഇവിടെ കട്ടാക്കിയിട്ടുണ്ട്. അതേമാതിരി ഗൂഗിളിലും ചിലതൊക്കെ വരും. അപ്പോൾ ഏത് തരം ക്യാൻസറാണെങ്കിലും, തീപ്പൊള്ളിയതാണെങ്കിലും, പേപ്പട്ടി കടിച്ച് വിഷം ഇളകിയതാണെങ്കിലും ഞാനുണ്ട് ഇവിടെ. എനിക്ക് ചെയ്യാൻ കഴിയും. എനിക്ക് ടൈമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ടൈമാണ്. അപ്പോൾ ടൈമിൽ വാച്ച് നോക്കൂ. ഇപ്പോൾ സമയത്തിനായി 5:10 ഇതിൻ്റെ ടൈമാണ്. അപ്പോൾ 8:30 മണി വരെയാണ് ഈ ടൈം. അതുപോലെ വൈകിട്ടും ഇതേ സമയമുണ്ട്, 4 മുതൽ 8:30 വരെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. തീപ്പൊള്ളിയാൽ നിങ്ങൾ കഷ്ടപ്പെട്ട ഏത് വേദന ഉണ്ടെങ്കിലും ശരി, അതൊരു കുറഞ്ഞ സമയം കൊണ്ട് എൻ്റെ മരുന്ന് ഉപയോഗിച്ചാൽ 15 മിനിറ്റ് നേരം കൊണ്ട് വേദന നിൽക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഈ മരുന്നിന് അളവുണ്ട്. ശരിക്കുള്ള ഒരാൾക്കുള്ള മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ 12,500 രൂപ വേണം. ശരിക്കുള്ള വേണമെങ്കിൽ 500 രൂപക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. 500 രൂപക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ 100 മില്ലി ഉണ്ടാവും. 100 മില്ലി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് നിങ്ങൾ കണക്കൂട്ടണ്ട. 80% കിഡ്നിയിലുള്ള കല്ല് പോകാൻ കാരണം ഈ 100 മില്ലി മരുന്ന് മതിയാവും. നിങ്ങൾ നിസ്സാരമായിട്ട് കാണും. നിസ്സാരമല്ല. കാരണം ഇത്രയും സമ്പ്രദായം വളരെ ദൗർഭാഗ്യകരം എന്ന് തന്നെ പറയാം. അതിൻ്റെ സംവിധാനം എങ്ങനെയാണ്. അപ്പോൾ കൊറോണ വൈറസിനുള്ള മരുന്ന് 2 തുള്ളി ഫ്രീ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് വരാം. അപ്പോൾ ഞാൻ പച്ചില മരുന്ന്, കുടലൂർ, ആലിഞ്ചോട്, മുഹമ്മദ് പട്ടാമ്പി. അസ്സലാമു അലൈക്കും.